ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വില്ലീസിൻ്റെ ഒരു കിടിലൻ RC മിലിറ്ററി ജീപ്പാണ്. ഇതൊരു 1:10 സ്കെയിലിൽ വരുന്ന ഒരു ജീപ്പും കൂടെയാണ്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു RC ജീപ്പ് ഞാൻ മേടിച്ചത് നമ്മുടെ കടവന്ത്ര DD മൈൽ സ്റ്റോണിലുള്ള മൈക്ലിക് RC സ്റ്റോറിൽ നിന്നാണ്. എന്ത് RC റിലേറ്റഡ് പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിസിറ്റ് മൈക്ലിക് സ്റ്റോർ. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇവിടെ മിലിറ്ററി കാർ എന്നും പറഞ്ഞ് എഴുതിയേക്കണതിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വില്ലീസിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിക്കൽ ഓവർവ്യൂ എന്നും പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന സാധനം എടുക്കാം. ഇതാണ് ഔട്ട് ഓഫ് ബോക്സിൽ വരുന്ന പാക്കിങ്. ഈ മീതയായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസർ മാനുവൽ, പിന്നെ ഒരു ചാർജിങ് കേബിൾ വരുന്നുണ്ട്. തുറന്നെടുക്കാം. ഓ, ഇരിക്കണം, നോക്ക്, എന്തൊരു നല്ല പക്ക വില്ലീസിൻ്റെ റിയലിസ്റ്റിക് ജീപ്പ്. ഇപ്പം കാർ നൈസായിട്ട് ഇങ്ങനെ എടുക്കാം, ആൾക്കാരും സൈഡിലോട്ട് വെക്കാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതാണ് നമ്മുടെ വില്ലീസ് വണ്ടി. ഓ, എന്താ അതിൻ്റെ ഡീറ്റെയിലിങ്ങും ലുക്കും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് നോക്കി. പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊക്കി വെക്കാം. അതിവിടെ ഒരു ലോക്കുണ്ട്, സെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് തന്നിട്ടുണ്ട്, സ്റ്റിക്കർ. പിന്നെ ഇതിൻ്റെ ബോണറ്റ് നമുക്ക് തുറക്കാം. റിമോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ വരാൻ നേരത്ത് ഈ റിമോട്ട് 2.4 GHz റിമോട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് വെറും 2 AA ബാറ്ററിയുടെ യൂസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വണ്ടിയുടെ മെയിൻ പവർ ഒന്ന് കണക്ട് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ അകത്ത് ഒരു വയറിൻ്റെ സംഭവം ഉണ്ട്. അതങ്ങ് ജസ്റ്റ് ഒരു ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓൺ ഓഫിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഓൺ ആക്കാൻ നേരത്ത് ഇനി നമ്മൾ ഈ റിമോട്ട് കൺട്രോളും കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ ആ മിന്നണത് അങ്ങനെ നിൽക്കും. ഈ സംഭവം നോക്കി നിങ്ങൾ ഇവിടെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും തിരിച്ചാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് കിടന്ന് തിരിയും. അമ്പോ, നൈസ്. ചെറുതായിട്ട് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇവിടെ വെച്ച് ഓടിക്കണ കുറച്ച് റിസ്ക്കാണ്. ഇത് ഞാൻ പുറത്ത് പോയി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നതിനെ പറ്റിയുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം, ഈ ജീപ്പിനെ പറ്റിയുള്ള. പിന്നെ ഈ ജീപ്പ് ഒരു ടോയ് ഗ്രേഡ് ജീപ്പല്ല കേട്ടോ, ഇതൊരു ബിഗിനർ ഹോബി ഗ്രേഡ് ജീപ്പാണ്. ഈ ജീപ്പ് 4x4 സപ്പോർട്ട് വരുന്ന ജീപ്പാണ്. അപ് ടു 30 minutes ഓഫ് പ്ലേ ടൈം കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്ന ഒരു ജീപ്പാണെന്ന് ഞാൻ കേട്ടായിരുന്നത്. കൂടുതലായിട്ടുള്ള യൂസർ റിവ്യൂ ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.